മദ്രസക്ക് വരുമ്പോഴോ മൂക്കൊലിപ്പിച്ചുകൊണ്ട് മുണ്ടഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത പാവം ഒരു പിഞ്ചോമന, അതിനെ പിടിച്ച് സ്നേഹിച്ച് മെല്ലെ 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 ദീന് പഠിപ്പിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചാൽ പോലും തീരാത്തത്ര പാഠഭാഗങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് കുട്ടികളെ വളരെ കലാപരമായി പഠിപ്പിക്കാൻ ശ്രമിച്ച് മഖ്റജ് പഠിപ്പിച്ച് ഖുർആനോത്ത് പഠിപ്പിച്ച് ഫിഖ്ഹും അഖീദയും പഠിപ്പിച്ച് പുതിയ നമ്മുടെ സിലബസൊക്കെ അനുസരിച്ച് 5ാം ക്ലാസ് മുതൽ യുക്തിവാദത്തിൻ്റെ മാരകീയത പഠിപ്പിച്ച് ഇത്രമേൽ കഠിനമായി അധ്വാനിക്കുന്ന ഉസ്താദുമാരോട് ചെറിയൊരു നീതിയെങ്കിലും നമ്മൾ കാണിക്കണം. കുട്ടികളെ മദ്രസയിൽ നിന്ന് ഇങ്ങനെ വരുന്നു, ബാഗ് ചുഴറ്റി അങ്ങോട്ടോ എറിയണ്. പിറ്റേ ദിവസം രാവിലെ ഉമ്മയും കുട്ടിയും കൂടിയും തിരയാണ്. അമ്മ എൻ്റെ ബാഗ് എവിടെ നോക്കാൻ നമുക്ക് പറഞ്ഞിട്ട് രണ്ടാളും തിരഞ്ഞെടുക്കുകയാണ്. ആ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞപ്പോൾ കണ്ടതാണ്. പിന്നെ അതൊന്ന് തുറന്നു നോക്കിയിട്ട് പോലുമില്ല. ഉസ്താദുമാർക്ക് ചൂടാവാൻ പറ്റുമോ? ഇല്ല. പോക്സോ ചീത്ത പറയാൻ പറ്റുമോ? എഴുതി കൊണ്ടുവരണമെന്ന് ഗൗരവത്തിൽ പറയാൻ പറ്റുമോ? പുറത്ത് നിർത്താൻ പറ്റുമോ? ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റുമോ? എന്തിന് 11 സെക്കൻഡിലേറെ രൂക്ഷമായി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുമോ? ഇല്ല. ഈ പരിമിതികളെല്ലാം സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് കമ്മിറ്റിക്കാരുടെ എല്ലാം കേൾക്കണം. കുട്ടി തോറ്റാൽ സ്വാഭാവികമായും നടത്തിപ്പുകാർക്ക് വിഷമമുണ്ടാകും. ഒരു ക്ലാസ്സിൽ 4-5 കുട്ടിയൊക്കെ തോറ്റാൽ, പ്രത്യേകിച്ച് പൊതുപരീക്ഷയിൽ തോറ്റാൽ, റേഞ്ചിൽ നമ്മളെ മദ്രസ മാത്രം ബാക്കിലായാൽ സ്വാഭാവികമായും ഉസ്താദിനോട്